മലപ്പുറത്ത് നിന്ന് തിരൂരിലേക്കുള്ള സ്വകാര്യ ബസ്സിൽ നിന്ന് പാതി വഴിയിൽ യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന് പരാതി. ഭിന്നശേഷിക്കാരിയായ കുട്ടി ഉൾപ്പെടെയുള്ള യാത്രക്കാരെയാണ് ചങ്കുവെട്ടിയിൽ മഴയത്തിറക്കിവിട്ടത്. നീനു സ്റ്റാർ ബസ്സിനെതിരെയാണ് പരാതി. ഈ ബസ്സിലുള്ള മുഴുവൻ യാത്രക്കാരെ വരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് എൻ്റെ കുട്ടീനെയും ഏതാ സ്ഥലം പോലും ഞാൻ കറന്നുവിടാത്ത മലപ്പുറത്ത് നിന്ന് കയറിയ ബസ്സാണ്. എൻ്റെ ഭാര്യയും ഞങ്ങൾ മൂന്നാളിനെ ഇവിടുന്ന് മലപ്പുറം കോട്ടപ്പടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് വാങ്ങി ഉളുപ്പില്ലാണ്ട് വാങ്ങിച്ച് വെച്ചിട്ട് പൈസ മേടിച്ച് വെച്ചിട്ട് ഇവിടെ ഇറക്കി വിടുകയാണ്. തിരൂര് കൊണ്ട് ഇറക്കാതെ ഈ സ്ഥലം കണ്ടെങ്കിലും പെരും മഴയത്ത് ഞങ്ങളെന്നെ ഈ ബസ്സിൽ ഇറക്കി വിടുക. സമീർ ബിൻ കരീം വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഈ സംഭവം? സമീർ, റിജിത്ത്, തിരൂരിലേക്കുള്ള നീനു സ്റ്റാർ എന്ന് പറയുന്ന ബസ്സിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഭിന്നശേഷിക്കാരിയായ കുടുംബവും മറ്റു യാത്രക്കാരും മലപ്പുറത്ത് നിന്നും തിരൂരിലേക്കാണ് ബസ് യാത്ര ചെയ്തിരുന്നത്. ടിക്കറ്റ് എടുത്തതും അങ്ങോട്ടേക്കായിരുന്നു. എന്നാൽ ചങ്കുവെട്ടി എത്തുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളം അധികം യാത്ര ചെയ്യാനുള്ള സ്ഥലത്ത് വെച്ച് ബസ് യാത്രക്കാരെ ഇറക്കിവിടുകയായിരുന്നു. തിരൂരിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോലും ബസ് അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ശക്തമായ മഴയും ഒക്കെ തന്നെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇറക്കിവിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭിന്നശേഷിക്കാരിയായ കുട്ടിക്ക് ഈ ചെവിക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സും ഈ ചെവിയിലുണ്ടായിരുന്നു. ശക്തമായ മഴയിൽ ഇറക്കിവിട്ടത് മൂലം ഈ എക്യുപ്മെന്റ് കേടാവുകയും അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് വരികയും ചെയ്തു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചങ്കുവെട്ടിക്ക് ശേഷമുള്ള തിരൂർ ഭാഗത്തേക്കുള്ള റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടായത് മൂലമാണ് ഈ ബസ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാതെ അല്ലെങ്കിൽ സർവീസ് നടത്താതെ പാതി വഴിയിൽ ഇറക്കിവിട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും പരാതിക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും കളക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ശക്തമായ നടപടി വിഷയത്തിൽ വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ബസ് സർവീസ് ആണെങ്കിൽ അതിന് റൂട്ട് ഉണ്ടാകും. ആ റൂട്ട് പൂർത്തിയാക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അവരതിന് ബാധ്യസ്ഥരുമാണ്. മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും അല്ല എങ്കിൽ ബസ്സുകാരെന്താണ് ഇവരോട് പറഞ്ഞത്? ഈ കുടുംബത്തോടക്കം ഈ യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിടുന്ന നിലയിലേക്ക് പോയത് എങ്ങനെയാണ് സമയം? റിജിത്ത്, ബസ് ഈ ചങ്കുവെട്ടിക്ക് അപ്പുറത്തേക്ക് ഇനി പോകില്ല. ഇവിടെ എല്ലാവരും തന്നെ ഇറങ്ങി മറ്റു വാഹനത്തിൽ കയറി പോകണമെന്നുള്ളതായിരുന്നു ഈ ബസ് ജീവനക്കാർ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചങ്കുവെട്ടി മുതൽ തിരൂർ വരെയുള്ള ഭാഗത്ത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ബസ് ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞത്. എന്നാൽ അത് ശരിയല്ല, തങ്ങൾ ഇത്രയധികം യാത്രക്കാരുണ്ട്, തങ്ങൾ ടിക്കറ്റ് എടുത്ത് തിരൂരിലേക്കാണ്, വഴി ഇറങ്ങാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ബസ്സിന് പിന്നാലെ വന്ന മറ്റു 2 ബസ്സുകൾ ഈ ബ്ലോക്ക് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിച്ചുകൊണ്ട് തിരൂരിലേക്ക് സർവീസ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഭിന്നശേഷിക്കാരിയായ കുട്ടിക്കടക്കം കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കും വിധത്തിലുള്ള ബസ് ജീവനക്കാരുടെ മോശമായ സമീപനം ഉണ്ടായത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശക്തമായ നടപടി ഈ ബസ്സിനെതിരെ വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ശരി, സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്ത് ഗതാഗതക്കുരുക്കായാലും യാത്രക്കാർക്ക് എത്തേണ്ട സ്ഥലത്ത് അവരെ എത്തിക്കുക എന്നുള്ളത് ബസ്സുകാരുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്നാണ് അവർ പിന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും പരാതിയിൽ അന്വേഷണം നടക്കട്ടെ. സമീർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.